എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താ ഇത് മസ്റ്റ് വാച്ച് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. മലയാളത്തിൽ അങ്ങനെ അധികം കണ്ടിട്ടില്ലാത്ത പോലത്തെ ഒരു പടമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഡൊമിനിക് ഇപ്പോൾ കണ്ടത് അതെ 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 അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ മലയാളത്തിൽ അധികം കാണാത്ത അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പരിപാടി. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. എക്സ്പെക്ട് ചെയ്തേക്കാട്ടും അടിപൊളിയാണ്. ഇതൊരു സത്യം പറഞ്ഞല്ലേ, ദുൽഖറിൻ്റെ ഒരു കമ്പനിയിൽ ഇങ്ങനെ ഒരു പടം ചെയ്യുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പടം. നമ്മുടെ കല്യാണി പ്രിയദർശൻ പെർഫോമൻസ് കൊണ്ട് എന്താ പറയുക, നല്ല ഒരു ഗംഭീര സിനിമ തന്നെ പറയാം. നെസ്ലിനെ ആയിക്കോട്ടെ, ടോവിനോ ആയിക്കോട്ടെ, പിന്നെ ചന്തു ആയിക്കോട്ടെ, എല്ലാവർക്കും നമ്മൾ ആ പടം തുടങ്ങിയിട്ട് ലാസ്റ്റ് വരയ്ക്കും നമ്മൾ കണ്ടിരുന്ന് അങ്ങനെ ഇരുന്ന് പോകും. അത്രയും നല്ല ഭംഗിയുള്ളൊരു സിനിമ. പിന്നെ അതല്ല, നമ്മൾ ഇംഗ്ലീഷ് മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഒരു പാർട്ട് വരുമ്പോൾ ഒരു സംഭവം, ആ ഒരു സാധനത്തിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. അത് മലയാള സിനിമയിൽ ആദ്യമാണ്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അതും ദുൽഖറിൻ്റെ വെൽഫെയർ ഫിലിംസിൻ്റെ ഇതിൽ വരുന്നൊരു സംഭവം. ഭംഗിയായിട്ടുണ്ട്. എല്ലാവരും മസ്റ്റ് വാച്ചിങ്. എന്ന് വെച്ചാൽ ഇത്രയും നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു പടം ഇപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും ഇറങ്ങിയിട്ടില്ല. എല്ലാവർക്കും തിയേറ്ററിൽ തന്നെ കാണാം. അത്രയും ഭംഗിയുണ്ട്. വെറുതെ പറഞ്ഞല്ലോ, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ. ഗംഭീര പടം, കാണേണ്ട പടം. മലയാളത്തിൻ്റെ ഒരു മാറൽ തന്നെ ഗംഭീരമായിരുന്നു. എന്തോ നീ കണ്ടിട്ട് പടം നൈസ്. നിങ്ങൾ കണ്ടിട്ട് പറയും. ട്രെയിലറൊക്കെ കണ്ടിരുന്നു. അയ്യോ ഗംഭീര, മസ്റ്റ് വാച്ച്. ഒരുപാട് സസ്പെൻസ് സ്പോയിലർ ആയിട്ട് ഒന്നും പറയുന്നില്ല. നിങ്ങൾ കാണുക, എന്തായാലും തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു എങ്ങനെ മലയാളത്തിൻ്റെ ഒരു മാർവലാണെന്ന് തന്നെ കണക്കാക്കി കാണാം. ധൈര്യമായിട്ട് കാണാം. ടിക്കറ്റ് എടുക്കാവുന്ന യൂത്തിനൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടിയാണ്. എങ്ങനെ ഓണം ഉറപ്പായിട്ട് എല്ലാ പടങ്ങളും തൂക്കട്ടെ. എല്ലാ പടങ്ങളും തിയേറ്ററിൽ ആളുകൾ കയറട്ടെ. എല്ലാ പടങ്ങളും സക്സസ് ആവട്ടെ. ദുൽഖർ, ടോവിനോ, one is brilliant than the other. ടോവിനോ പടത്തിൽ ആക്ച്വലി അത് സസ്പെൻസ് ആയിരുന്നു. സോറി. ഈ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? മൂവി അടിപൊളിയാണ്. പ്ലീസ് കാണൂ, തീർച്ചയായിട്ടും കാണൂ. ഒരു വേറൊരു യൂണിവേഴ്സ്. ഫസ്റ്റ് ടൈം ആണല്ലോ ഒരു ലേഡി സൂപ്പർ ഹീറോ അങ്ങനത്തെ ഒരു പടം വരുന്നത്. അതപ്പോൾ എങ്ങനെയുണ്ട്, നമുക്ക് സാറ്റിസ്ഫൈ തരുമോ? കല്യാണി കിഡിലറായിരുന്നു. ലൈക്ക് ഓരോ സംഭവം വേണം. നമുക്കൊരു ലേഡി സൂപ്പർ ഹീറോയുടെ തീർച്ചയായിട്ടും ആവശ്യമാണ്. ആൻഡ് ഷീ ഫിൽസ് ദ പാർട്ട് കംപ്ലീറ്റ്ലി. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഹാപ്പിനെസ് എത്രത്തോളം? ഭയങ്കര സന്തോഷം. ഈ മഞ്ഞുമൽ ബോയ്സ് പോലെ തന്നെ മലയാള സിനിമ ഒരു ഗതി മാറ്റുന്ന ഒരു സിനിമ എന്ന് പറയുന്നുണ്ട് ലോക. അറിയില്ല, കണ്ടു നോക്ക്. എന്തായാലും ഗംഭീര എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരിക്കലും ഒരാളെ നിരാശപ്പെടുത്താൻ സാധ്യമില്ലാത്തൊരു സിനിമയാണ് ലോക. കണ്ടു നോക്കണം. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം നമ്മളെ. ഗംഭീര വർക്കാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. I'm so thankful. ലോക കലക്കിയിട്ടുണ്ട്. അത് ഞാൻ തുടക്കം മുതൽ അവസാനം വരെ കണ്ടിരിക്കാനുള്ളൊരു പടമാണ്. ഓക്കെ, രണ്ടാമതിൽ ആ ഫോറസ്റ്റിലുള്ള ഷൂട്ടിങ്സ്, ക്യാമറ എക്സലൻറ്റ്. ഓക്കെ, നമ്മൾ കാശ് കൊടുത്ത് മുതലായി നമുക്കറിയാം. സന്തോഷത്തോടുകൂടി ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നതാണ് ഈ പടം കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയും കാണേണ്ട പടമാണ്. ഓക്കെ, താങ്ക് യു. ഐ ആം ജോച്ചെ ഫ്രം ചാലക്കുടി. അത് അവിടെ ഷൂട്ടിൽ ഞാൻ ബാറ്റിൻ്റെ സീൻ ഉണ്ടായിരുന്നു. അതിലേനെ കടിക്കണത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ നല്ലോണം ഇങ്ങനെ വരണത് കണ്ടു. പക്ഷെ ഇവിടെ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. സൂപ്പറായിട്ടുണ്ടായിരുന്നു. വേറെ ഇതുണ്ടായിരുന്നു. പിന്നെ ഫൈറ്റിൻ്റെ സീനും ഉണ്ടായിരുന്നു. ഞെട്ടിക്കണം. പിന്നെ ഫൈറ്റ് തന്നെയായിരുന്നു. കല്യാണി ചേച്ചിനെ കണ്ടു, നസ്ലിൻ ചേട്ടനെ കണ്ടു. വേറെ ആരെയും എനിക്കറിയില്ല. ജനങ്ങൾ പടം കാണണം എന്ന് നിങ്ങളുടെ ഈ വീഡിയോയിലൂടെയെങ്കിലും എനിക്കതേ പറയാൻ പറ്റില്ല. എല്ലാവരും പടം കാണണം. ഒരു പുതിയ എഫേർട്ടാണ്, പുതിയ അറ്റംപ്റ്റാണ്. വേറെ ഞാൻ എന്ത് പറയുന്നത്, സെറ്റുള്ള ആൾക്കാരാണ് ഇപ്പോഴും. പണ്ട് മുതലേ നമ്മൾ ബോംബെയിൽ ഇപ്പോൾ ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു. ഞാൻ 2013 മുതൽ. അപ്പോൾ ബോംബെയിലാണെങ്കിലും എവിടെയാണെങ്കിലും മലയാളീസാണ് ടെക്നീഷ്യൻസിൽ ഏറ്റവും ബ്രില്യൻറ്റ്. പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ചെറുതായിട്ടും എക്കണോമിക്കലി അല്ലെങ്കിൽ ഫിനാൻഷ്യലി അതിൻ്റെ ബഡ്ജറ്റ് ഒത്തിരി ഇറക്കാൻ പറ്റാത്തതുകൊണ്ട് സിറ്റുവേഷൻ കാരണം ഉള്ള ഇതേ ഉള്ളൂ. പക്ഷേ അതൊക്കെ മാറി വരുന്നു. കഴിഞ്ഞ 4-5 വർഷമായിട്ട് മാറി വരുന്നു. സോ ഭയങ്കര പ്രൗഡാണ് ഈ പടത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത്.
ഈ ഒരു വിഷൻ, ഡൊമിനിക്കിൻ്റെ വിഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത നിമിഷ്, DQ. പ്രതീക്ഷിച്ചിരുന്നു ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള മൂവി ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. ആൾക്കാരുടെ ഈ അഭിപ്രായങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ചേട്ടാ ഞാനിപ്പോൾ ഇറങ്ങി വന്നുള്ളൂ, എനിക്ക് അഭിപ്രായം മൊത്തത്തിൽ അറിയത്തില്ല. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് ശരിക്കും അറിയാൻ പറ്റും. വരുന്ന ആളുകൾ പറയുന്നത് ഒന്നുകൂടി കാണാൻ തോന്നുന്നൊരു സിനിമ. ഒരു പടം റീവാച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഒരു പടത്തിൻ്റെ വിക്ടറി. ഇപ്പം ഞാൻ തന്നെ ഭാഗമായ മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ആനന്ദമാണെങ്കിലും റീവാച്ചബിൾ ഫിലിംസിലാണ് അത്. അതാണ് നമ്മൾ ആക്ടേഴ്സൊക്കെ എന്താ പറയുക, നമ്മുടെ പണി എന്താ പറയുക, വീണ്ടും കാണുക, ആ സിനിമ വീണ്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളുടെ ഭാഗമാകാൻ അടിപൊളിയാണ്. എന്തായാലും ജനങ്ങളെല്ലാവരും പടം കാണണം എന്നുള്ളൊരു റിക്വസ്റ്റ് ഉണ്ട്. എല്ലാവിധ ഓഡിയൻസ് എൻജോയ് ചെയ്തു. ഞങ്ങൾ കണ്ട സ്ക്രീനിങ്ങിൽ ഐ ഹോപ്പ് ദി ഓഡിയൻസ് എൻജോയ്സ് ഹിസ് പെർഫോമൻസ്. അത്രേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതെ, മലയാളത്തിൽ ഇങ്ങനെ എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈമാണെന്നാണ് കണ്ട ഓഡിയൻസ് എല്ലാം പറയുന്നത്. അങ്ങനെ കേട്ടതിൽ സന്തോഷം. കറക്റ്റ് സമയത്ത് അങ്ങനെ സിനിമകൾ വരുന്നത് അറിയില്ല. ഞാനത് ഒരു ലൈഫിലൊരു വലിയ ലോസ്റ്റ് പോയിന്റിൽ നിൽക്കുമ്പോഴായിരുന്നു ഇങ്ങനൊരു സിനിമ വന്നത്. ഭാഗ്യം, എല്ലാം ദൈവത്തിൻ്റെ ഒരു ഇതായിരിക്കുള്ളൂ. നല്ലത് ചെയ്താൽ നല്ലത് വരും, അത്രയും. നമ്മള് ജസ്റ്റ് അവരൊരു ടൂള് മാത്രമാണ്. ടെക്നീഷ്യൻസാണ് സിനിമ ഉണ്ടാക്കുന്നത് എപ്പോഴും. അവരുടെ കഴിവ് അംഗീകരിക്കാതെ ഒരു നിവൃത്തിയില്ലല്ലോ. ഇത് അവരുടെ സിനിമയാണത്. ഡോക്ടർ ഡൊമിനിക്, നിമിഷ് രവി, ശാന്തി ബി, ദുൽഖർ സൽമാൻ, അവരുടെ എല്ലാ സിനിമയാണത്. ഈ ലോകയിലേക്ക് ചന്തു എത്തുന്നത് എങ്ങനെയായിരുന്നു? ഞാൻ വിവേകാനന്ദ കാസ്റ്റിനായിട്ടുണ്ട്. പുള്ളിയാണ് എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുന്നത്. ചന്തുയുടെ കോമഡിയൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ടോ തിയേറ്ററിൽ? എനിക്ക് അപ്പോൾ ഞാനെല്ലാം ചിരിക്കേണ്ടത്, ആൾക്കാരെല്ലാം ചിരിക്കേണ്ടത്. അവർ ചിരിച്ചിട്ടുണ്ടെങ്കിൽ വർക്കൗട്ട് ഉണ്ടാവും. അല്ല, ചില കിളി പോയ സീനുകളൊക്കെ നല്ല കയ്യടികളൊക്കെ ചിരികളൊക്കെ ഉണ്ടായിരുന്നു സിനിമയിൽ. ഈ ലോകം കാണാൻ പോകുന്ന പ്രേക്ഷകരോടെന്നാ പറയുന്നത്. എല്ലാവരും ലോകം പോയി കാണുക. നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ചേട്ടാ ഹായ്, നമസ്കാരം. ബ്രില്യൻ്റ് ആയിരുന്നു കേട്ടോ സിനിമയുടെ വർക്കൊക്കെ. എങ്ങനെയുണ്ടായിരുന്നു ലോകയിലൊരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഞാൻ ഇതിൽ വേറൊരു സ്ലാങ്ങിലാണ് സംസാരിക്കുന്നത്. കുറച്ച് കന്നഡയും മലയാളമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. അത് എനിക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഭയങ്കര എന്തായാലും അതിന് നല്ല റെസ്പോൺസ് വരുന്നുണ്ട്. ഹാപ്പിയാണ്. ഇത്ര നല്ലൊരു സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞൊരു ഭാഗ്യം കൂടിയാണ്. നല്ലൊരു അഭിപ്രായം കേൾക്കുക, നല്ല ടെക്നീഷ്യന്മാരോട് വർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ. എന്ത് തോന്നുന്നു സിനിമ കണ്ടിട്ട്? അങ്ങനെ എന്ത് തോന്നുന്നു? പടത്തിൽ ക്വാളിറ്റിയൊക്കെ വേറെ ലെവൽ. നമുക്ക് ഞാൻ മനസ്സിൽ കണ്ട ആൾ പറഞ്ഞ സമയത്ത് ഞാൻ മനസ്സിൽ കണ്ടതിൻ്റെയൊക്കെ 10 മടങ്ങ് ഇതായിട്ടാണ് ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഈ നമുക്കറിയാത്ത കുറേ സീനുകളുണ്ടായിരുന്നു. ഞാൻ പോലും അത്ര നമുക്കറിയില്ലായിരുന്നു. ഭയങ്കര രോമാഞ്ചമായിരുന്നു ഇരുന്ന് കാണുന്നത്. സിനിമയിലൊരു വില്ലനസ് ഉണ്ടെങ്കിൽ ഒരു ഫൺ പരിപാടി പിടിച്ചിട്ടുണ്ടല്ലേ? ഉണ്ട്. അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വർക്കൗട്ട് ആയിട്ടുണ്ടോ? വർക്കൗട്ട് ആയത് ഓഡിയൻസ് അല്ലേ പറയേണ്ടത്. ഞാൻ വർക്കൗട്ട് ആയിരുന്നു എല്ലാവരും കാണുന്നു. സിനിമ കാണാൻ പോകുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? സിനിമ പെട്ടെന്ന് കാണുക. പലരും പല കഥകളും ഇതൊക്കെ ആയിട്ട് നിങ്ങൾ ഇതിൻ്റെ എനിക്ക് കിട്ടിയ രോമാഞ്ചം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാരൊന്നും പെട്ടെന്ന് കേൾക്കാതെ പടം കണ്ട് കാണുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.